ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുകളിലത്തെ റൂമും ഫാനും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ 2 ഉപകരണങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടില്ല, നമ്മുടെ മാറാല ചൂല്, ഇത് ഇത്രയും നീളമുള്ളൂ കേട്ടോ. മറ്റേത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാന് ക്ലീനിങ്ങിൻ്റെ ഇതാണിത്. ഇത് നമുക്ക് ചുരുക്കാനും പറ്റും, നീട്ടാനും പറ്റും. നമ്മുടെ മാറാല ചൂലിനേക്കാളും നല്ല നീളമുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതും കൊണ്ട് എത്താത്ത ഭാഗത്തൊക്കെ ഇതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. മെയിനായിട്ട് ഫാന് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം, നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ താഴെയൊക്കെ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു തരി പൊടി പോലും താഴെ പോയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ അഴുക്കുണ്ട് എന്ന് വെച്ചാൽ താഴെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിയിട്ട് വെച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ മുകളിലത്തെ ഫാനും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഇത് അലക്കിയിട്ട് നമുക്ക് നല്ലപോലെ വെള്ളത്തിലിട്ട് ഒലുമ്പിയിട്ട് അങ്ങ് എടുത്തു വെച്ചാൽ മതി, ഉണക്കിയിട്ടിട്ടോ. ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഈ പൊടികളുണ്ടാവും, ഇത് താഴെ വീഴില്ല. ഇതിങ്ങനെ തിക്കായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫാന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ തന്നെ ഇരിക്കും. നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് കൊട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാം, ഫാന് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇവിടെ നല്ലപോലെ ഫാനിൽ അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അഴുക്കുള്ളത് കളഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാമല്ലോ. അതോ ഫാൻ ഓണാക്കുക ചെയ്ത് ഓഫാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മോൻ്റെ റൂമാണ് കേട്ടോ. അവനിവിടെ ഇല്ല, അവന് അവിടെ നിന്ന് പഠിക്കുകയാണ് കേട്ടോ. ഒഡീഷയിലാണ് അവന്. അപ്പോൾ അവൻ വരുന്നുണ്ട്, 2 ദിവസം കൂടി കഴിഞ്ഞാൽ വരും. അപ്പോഴേക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാറാല ഉണ്ടോ, നമുക്ക് എത്താത്ത ഭാഗത്തേക്കൊക്കെ മാറാലി നമുക്ക് ഇതുകൊണ്ട് തന്നെ തട്ടാം. പിന്നെ റാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. നമുക്ക് കട്ടിലൊക്കെ കയറി നിന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ സ്റ്റൂളിലൊക്കെ കയറിയിട്ട് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റാക്ക് ഭയങ്കര സുഖമായിട്ട് ക്ലീൻ ചെയ്യാം. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് ചൂലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുകൊണ്ട് നമുക്ക് റാക്ക് ഇങ്ങനെ നമ്മൾ കട്ടിൽ കയറി നിന്നിട്ട് ഈ ഒരു ഇതിലാണല്ലോ, ഇപ്പം മുകളിലത്തെ റൂമുകളിൽ റാക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ റാക്കിൽ തുടച്ച് ഇങ്ങെടുത്തിട്ട് ഇങ്ങോട്ട് താഴേട്ട് ഇങ്ങോട്ട് ഇടാം കേട്ടോ. അത്രയ്ക്ക് എളുപ്പമാണിത്. അപ്പോൾ ഞാൻ ഫാന് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഫാന് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. കട്ടിലിലോ സ്റ്റൂളിലോ കയറി നിന്നിട്ട് ക്ലീൻ ചെയ്യാണ് എളുപ്പം. നമ്മൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ കുത്തനെ ചെയ്യരുത്. നമ്മൾ കട്ടിലിൽ കയറി നിന്നിട്ട് ഇത് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തുടച്ചിടുക, അതുപോലെ താഴോട്ടും ഇങ്ങനെ ഒന്ന് തുടച്ചിടുക. അത്രയേ ഉള്ളൂ പണി കേട്ടോ. പിന്നെ ഇത് മുകളിലൊക്കെ കണ്ടോ, ഞാൻ കാണിക്കാം. ഈ മുകളിലത്തെയൊക്കെ കണ്ടോ, ഇതൊക്കെ നമുക്ക് പഞ്ഞി പോലെയുള്ള സംഭവമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഒന്നും താഴെ വീഴില്ല കേട്ടോ. എല്ലാം ആ ഒരു ഇതിലങ്ങ് പറ്റി പിടിച്ചിരിക്കും. നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് കൊട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പോലുള്ള വീട്ടമ്മമാർക്ക് ഭയങ്കര എളുപ്പമുള്ളൊരു ഉപകരണമാണ്. അതുകൊണ്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ മീഷോയിൽ നിങ്ങൾ ഫാന് ക്ലീനിങ്ങിൻ്റെ ആ ഒരു ഇത് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ, സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ കേട്ടോ ഞാൻ കട്ടിലിൽ കയറി നിന്നേക്കാണ്, അത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതും ഇത് ചെയ്യുന്നതും ഞാൻ തന്നെ കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഇളക്കം വരും ചിലപ്പോൾ. കണ്ടോ, ഇത് ഇങ്ങനെ അങ്ങ് തുടച്ചു കൊടുക്കേ വേണ്ടുള്ളൂ. കണ്ടോ, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതിൽ ഞാൻ പൊടി കാണിക്കാം കേട്ടോ. കണ്ടില്ലേ അഴുക്കിരിക്കുന്നത് കണ്ടില്ലേ. അതങ്ങനെ പെട്ടെന്ന് കൊഴിഞ്ഞു പോയെന്നില്ല. നമുക്ക് മുറ്റത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് കൊട്ടിക്കളഞ്ഞാൽ മതി. ഇനി ഈ ഒരു സൈഡിലെ ഭാഗം കൊണ്ട് നമുക്കിത് ഇങ്ങനെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഉരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ മുഴുവനും പോരും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഒറ്റക്ക ചെയ്യുന്നത്, അതുകൊണ്ടാണ്. കണ്ടോ, 2-3 തവണ നമ്മൾ അപ്പുറം ഇപ്പുറം ഇതുപോലെ അങ്ങ് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങ് പോരും കേട്ടോ. ഞാനിതിന് 3 ലീഫും ഒന്ന് തുടച്ചു കൊടുത്തിട്ട് കാണിക്കാം കേട്ടോ നിങ്ങളെ. അത്യാവശ്യം നല്ലോണം മാറാനുണ്ട് കണ്ടോ. കുറച്ച് ദിവസമായി മുകളിലോട്ട് അങ്ങനെ കയറിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. ഇങ്ങനെ കണ്ടോ, അതിൽ തന്നെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട് കണ്ടോ. എന്നാലും താഴോട്ട് അങ്ങനെ ചാടിയിട്ടൊന്നുമില്ല, അതിലങ്ങനെ ചുറ്റിപ്പണഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ 2 കൈയും വെച്ചിട്ട് ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഇത് ചെയ്യാവുമ്പോഴേ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്കിങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഭാഗം അതുപോലെ ഈ ഒരു ലീഫിൻ്റെ സൈഡ് ഭാഗം കണ്ടോ. ഞാൻ ഈ ഒരു കൈ കൊണ്ട് ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കുരുങ്ങി പോകുന്നത്. ഞാനിത് കാണിക്കാൻ കണ്ടോ. ഇത്
കണ്ടില്ലേ എത്രത്തോളം അഴുക്ക് ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷെ കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ പൊടി താഴെ വീഴും, അത് സ്വാഭാവികം. കണ്ടോ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇത് ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഉണക്കിയിട്ടങ്ങ് എടുത്തു വെച്ചാൽ മതി കേട്ടോ. നമുക്ക് മാസത്തിലൊരു തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഫാനിൽ തുടക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഞാനിത് കുറച്ച് ദിവസമായി, ഞാനിതിന് മുന്നേ ക്ലീൻ ചെയ്തിരുന്നു, പക്ഷേ അപ്പോൾ വീഡിയോ ഒന്നും നേരം പോലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്കിതിൻ്റെ ഉപകാരം, അത്രയും വലിയ ഉപകാരം. നമുക്ക് വീട്ടമ്മമാർക്ക് സ്റ്റൂളിട്ടിട്ടോ കോണിയിട്ടിട്ടോ ഒന്നും കയറി നിൽക്കണ്ട. ഞാൻ ആദ്യം ഇത് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തലയണ കവർ ഉണ്ടല്ലോ, തലയണ കവർ ഈ ഒരു ലീഫിൽ അങ്ങ് ഇടും, ഫാനിൻ്റെ ഓരോന്നിലും അങ്ങ് ഇട്ടിട്ട് തുടച്ചെടുക്കും കേട്ടോ. അപ്പോഴും നമുക്ക് ഇത്ര ഒരു എളുപ്പമായിട്ട് തോന്നുന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ദിവസമായി ഞാൻ ക്ലീൻ ചെയ്തിട്ടോ, അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പൊടി ഇതിൽ. നമ്മൾ മാസത്തിലൊരു തവണയൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടില്ല. 2 സൈഡും ഒരൊറ്റ തവണ തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാട്ടോ നമ്മുടെ ഫാൻ ക്ലീൻ ചെയ്യലങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ ഒരുപാട് അഴുക്കുണ്ട്. ഇതങ്ങ് ചുരുക്കി കഴിയുമ്പോൾ വളരെ ചെറിയൊരു സാധനമാണ് കേട്ടോ. കണ്ടോ ഇത്രയും നീളമേ ഉള്ളൂ. ഇത് നമുക്ക് ഒരുപാട് നീളം അങ്ങ് നീട്ടാൻ പറ്റും. കണ്ടോ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതുപോലത്തെ അലമാരകളുണ്ടല്ലോ, ഈ അലമാരകളൊക്കെ നമുക്ക് മുകളിൽ തുടച്ചെടുക്കും പോലെ ഇങ്ങനെ അങ്ങ് തുടച്ചെടുത്ത് തട്ടിയിടാൻ പറ്റും കേട്ടോ. എല്ലാ പൊടി മാറാലും നമ്മൾ തുടപ്പ് വെച്ചിട്ട് തുടക്കുന്ന പോലെ തന്നെ പോകും. നമുക്ക് എത്താത്ത റാക്കുകൾ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്